ഇന്ന് മല്ലമരാക്കി എത്തിയിരിക്കുന്നത് ഈ അച്ഛൻ്റെയും മകളുടെയും കഥ പറയാനാണ്. ഇത് ശരിക്കും US നോർത്ത് കരോളീന എന്ന സ്ഥലത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കഥയാണ്. ഈ കൈഡോ എന്ന് പറയപ്പെടുന്ന ഈ അച്ഛൻ 34 വയസ്സുകാരനാണ്. പുള്ളിയുടെ ഒപ്പമുള്ളത് അവരുടെ മകൾ ലൂണ, 14 മാസം മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ്. ഇവർ 3 പേരും US ഒരു ട്രിപ്പ് പോകുന്നു. ആ ട്രിപ്പിൽ നോർത്ത് കരോളീന ബോർഡറിൽ വെച്ചിട്ട് ഒരു ഹൈക്കിങ്ങിന് പോകുന്നു. അപ്പോൾ ഈ ലൂണയുടെ അമ്മ അക്കീറ ഒരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഹൈക്കിങ്ങിലുള്ള എക്സ്പെർട്ടൈസ് കൊണ്ട് അച്ഛനും മകളും ഒരു സോളോ ഹൈക്കിംഗ് ട്രിപ്പ് പോകാൻ തയ്യാറെടുത്തപ്പോൾ അമ്മ സമ്മതിക്കുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ അവർ പോകുന്നു. അവരെ വഴിമധ്യേ കാണാതാകുന്നതിൽ അക്കീറ കേസ് കൊടുക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നു. ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല. അവർ ഹൈക്ക് ചെയ്ത മൗണ്ടനിൽ നിന്ന് താഴെ വീഴുകയോ അപകടം പറ്റിയതായോ ഒരു തെളിവും കിട്ടുന്നില്ല. അങ്ങനെ ഈ കേസ് നീണ്ടു പോകുന്നു. ഗവൺമെൻറ് ഒഫീഷ്യൽസ് നടത്തിക്കൊണ്ടിരുന്ന കേസ് നിർത്തുന്നു. അങ്ങനെ ഈ കേസ് നിർത്തിയെങ്കിലും ഈ അമ്മയായ അക്കീറയ്ക്ക് ഇത് ഒരിക്കലും വിശ്വസിക്കാനായില്ല. അവരുടെ ഹസ്ബൻഡിനും മകൾക്കും എന്താണ് പറ്റിയതെന്ന്, മരിച്ചു എന്ന ഒരു യാഥാർത്ഥ്യത്തോട് യോജിക്കാനും കഴിയുന്നില്ല, അതിൻ്റെ തെളിവ് ലഭിക്കാത്തിടത്തോളം കാലം. അപ്പോൾ അവർ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നു. അതിലും വളരെ ഹെൽപ്ഫുള്ളായ ഒരു ഫൈൻഡിങ്സും കണ്ടെത്തുന്നില്ല. പിന്നീട് ഈ കേസിലുടനീളം സസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയും ഈ പറയുന്ന കൈറോയുടെ ഒപ്പം ഹൈക്കിങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അവർക്ക് നേരിട്ട് ബന്ധമോ ഒന്നുമില്ലാത്തതിനാൽ അവർ സസ്പെക്റ്റായി മാത്രം നിൽക്കുന്നു. അവരെ കുറ്റപ്പെടുത്താൻ പോലീസിനൊന്നും കിട്ടാത്തതുകൊണ്ട് സസ്പെക്റ്റ് ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുത്തുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് വളരെ റീസെൻ്റായ 2 കുട്ടികൾ വീണ്ടും ഹൈക്കിങ് ചെയ്യുന്നു. അവിടെ റിസർച്ച് ചെയ്യുന്ന കുട്ടികളാണ്. അങ്ങനെ ഹൈക്ക് ചെയ്യുന്നതിനിടയ്ക്ക് അവർക്ക് ഒരു വളരെ സ്ട്രേഞ്ചായ ഒരു സാധനം ഈ ഹൈക്ക് ചെയ്ത മൗണ്ടൻസിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നു. അവർ വളരെ കഷ്ടപ്പെട്ട് ആ മൗണ്ടൻ്റെ അകത്തേക്ക് ഇറങ്ങി ആ ഒബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ അവർ ഈ പറയുന്ന ഒഫീഷ്യൽസിന് ഫോർവേഡ് ചെയ്യുന്നു. അതിൽ പിന്നീട് നടന്ന ഇൻവെസ്റ്റിഗേഷനിൽ അത് അക്കീറയുടെ മകളുടെ ബാക്ക് പാക്ക്, അതായത് കൈറോ അക്കീറയുടെ മകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബേബി ബാഗ് ആണെന്ന് മനസ്സിലാവുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അതിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നു. കെമിക്കൽ ടെസ്റ്റിംഗ്, അതായത് അതിൻ്റെ ഓൾഡ്നെസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നടക്കുന്നു. അങ്ങനെ റിസർച്ച് നടത്തുന്ന സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഫൈൻഡിങ്സ് ചെയ്യുന്ന ആളുകൾ പറയുന്നത്, ഇതിന് അത്രത്തോളം വർഷം പഴക്കമില്ല. ഈ 5 കൊല്ലം ഈ പറയുന്ന പാറക്കെട്ടിനിടയിൽ കിടന്നു എന്ന് പറയുന്നതിനോട് അവർക്ക് വിശ്വാസമില്ല. കാരണം ഫൈൻഡിങ്സ് വന്നിരിക്കുന്നത് ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ എവിടെയോ തണലത്തിരുന്ന ഒരു ബേബി ബാഗാണ്. ഇപ്പോൾ വളരെ റീസെൻ്റായി എന്തോ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുന്നതാണ് എന്നതാണ് ഫൈൻഡിങ്സ്. അപ്പോൾ അതിൽ വീണ്ടും ഒരു ഡൗട്ട് വന്നു അല്ലേ. അപ്പോൾ വീണ്ടും ഈ അന്വേഷണം കുറച്ചും കൂടി ആക്റ്റീവായതിനാൽ പിന്നീട് പോലീസ് വീണ്ടും അന്വേഷണം നടത്തുന്നു. ഈ ബാഗ് കാണപ്പെട്ടു എന്ന് പറയുന്ന പാറയിടുക്കിനിടയിൽ ഒരു സ്കെൽട്ടൺ കണ്ടെത്തുന്നു. ആ സ്കെൽട്ടൺ DNA ടെസ്റ്റിലൂടെയും എല്ലാം നമ്മുടെ കൈറോയുടേതാണെന്ന് തിരിച്ചറിയുന്നു. എന്നാൽ ലൂണയുടെ ഒരു ഈ പറയപ്പെടുന്ന പോലെ സ്കെൽട്ടണോ അങ്ങനെ ഒരു ഫൈൻഡിങ്സും അവർക്ക് ലൂണയിൽ കിട്ടിയില്ല. അതായത് വീണ്ടും ഒരു ഡൗട്ട് വരുന്നു, ലൂണ സ്റ്റിൽ അലൈവാണോ? ലൂണ എന്ന് പറയുന്നത് ആ ബേബിയാണ്. അങ്ങനെയുള്ള അന്വേഷണം വീണ്ടും ഈ ഒരേ ഒരു സസ്പെക്റ്റ് ആയിരുന്ന ആ കപ്പിളിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. വളരെ സർപ്രൈസിംഗ്ലി അവർ അവസാനം 5 വർഷത്തിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുന്നു, അതെ ഞങ്ങൾ തന്നെയാണ് ലൂണയെ കൊണ്ടുപോയത്. കൈറോയും ലൂണയും അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ ഹൈക്ക് ചെയ്തിരുന്നു. അങ്ങനെ അപകടത്തിൽ വളരെ മേജർലി ഇഞ്ചേർഡായി കിടന്നിരുന്ന കൈറോ ഇവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു, എൻ്റെ മകളെയെങ്കിലും രക്ഷിക്കണം, അവൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല. അപ്പം കൈറോയ്ക്ക് ഒരു കുപ്പി വെള്ളം ദാനം ചെയ്യുകയും കുഞ്ഞിനെ അവർ എടുത്ത് കൊണ്ടുപോവുകയും ഇനിയുള്ള പ്രശ്നങ്ങൾ നേരിടാൻ വയ്യാത്തതുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര പോവുകയാണ് ചെയ്തത് കുഞ്ഞിനെയും കൊണ്ട്. എന്നാൽ കുഞ്ഞ് സുന്ദരിയായി അവരുടെ ഒപ്പം ഇപ്പോഴും വളർന്നിരിക്കുന്നു. കുഞ്ഞിന് തീരെ ചെറിയ പ്രായത്തിൽ ഇവരുടെ ഒപ്പം പോയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫാമിലി എന്താണ്, അതിൻ്റെ റൂട്ട്സ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഫൈനലി ഈ കേസിൻ്റെ കൺക്ലൂഡിങ് വരുമ്പോൾ നമ്മുടെ അക്കീറ, അതായത് കുട്ടിയുടെ മാതാവ്, ആർക്കിടെക്റ്റായിരുന്ന അമ്മ കുട്ടിയുമായി തിരിച്ച് കാണുകയും അവർ റീയുണൈറ്റ് ആവുന്നതുമായിട്ടുള്ളൊരു കേസാണിത്. ഇത് ഒരു സാങ്കല്പികമായ കഥയോ കഥാപാത്രങ്ങളോ ഒന്നുമല്ല. ഇത് ശരിക്കും അമേരിക്കയിൽ നടന്നൊരു കേസാണ്. ഇതിൻ്റെ ഫൈൻഡിങ്സ് വളരെ റീസെൻ്റായിട്ടാണ് വന്നത്. ഞാൻ ഈ പറയുന്ന പേരുകളെല്ലാം സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഥയെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ കഴിയും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറീസ് ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതിനായി മല്ലുമറാക്കി ഫോളോ ചെയ്യൂ. ബൈ.